ബെദനി ജംഗ്ഷനിൽ ആരംഭിച്ച ബെദനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. യുവാക്കളുടെ കായികവും കലാപരവുമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നാടിന്റെ ഐക്യവും പുരോഗതിയും നിലനിർത്തുന്നതിനുമായി രൂപീകരിച്ച ബെദനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. ബെദനി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വ്യക്തിത്വ വികസന ക്ലാസ്സിന് മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ ഷാജി നേതൃത്വം നൽകി. പണ്ടൊക്കെ ഈ മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നം ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പറ്റില്ല. വെച്ചാൽ നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ IT അവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുടിക്കുന്ന പെട്ടെന്ന് കുടിക്കുന്ന വളരെ ഇവിടെ നിങ്ങോലിയൊന്നും വന്നിട്ടില്ല. അധികം താമസിയാതെ മിക്കവാറും വരും. പിങ്ക് ബാറും മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ കാക്കനാടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ വേണം. രാത്രി സമയങ്ങളിലൊക്കെ കുട്ടികളും സ്ത്രീകളും ഒക്കെ വന്ന് കുടിച്ചിട്ട് പോകുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പക്ഷേ എങ്ങനെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നുള്ള കാര്യം പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ അവിടെ വരുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അങ്കമാലിയിൽ നിന്ന് വിളിച്ചിരുന്നു ഒരാൾ 16 വയസ്സുള്ള 16 വയസ്സുള്ള ഒരു പയ്യൻ ഭയങ്കരമായിട്ട് കഞ്ചാവിന് അഡിക്റ്റഡായിട്ട് വലിയ അക്രമാസക്തമായിട്ട് ഉണ്ടാകുന്നു. അവിടെ കൊണ്ടുവരാം ഉള്ള കാര്യം ഞങ്ങളുടെ നിയമപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ കുറവാണെങ്കിൽ ആരെങ്കിലും പേരൻസ് കൂടെ നിന്നാലേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. പേരൻസ് കൂടെ നിന്നാലേ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. 18 വയസ്സിന് ശേഷം തന്നെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവർ തന്നെ നിർത്താൻ പറ്റൂ. വാർഡ് മെമ്പർമാരായ നിനിൻ കുമാർ PK, ജോബി ഏലിയാസ്, ലക്ഷ്മി റിജി, ബെദനി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി വികാരി റോബിൻ പുത്തൻപുരയ്ക്കൽ, ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീരാജ് MR, സെക്രട്ടറി ആനന്ദുജി, ട്രഷറർ അനൂപ് അരവിന്ദ് എന്നിവർ ആശംസകൾ നേർന്നു. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നത് കുടുംബനാഥന്മാരായിരുന്നു, പുരുഷന്മാരായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആരാണ്? കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് അമ്മമാർക്കാണ്. അപ്പോൾ അവരത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ ഇഷ്ടമില്ല. അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ ഞാൻ 2-3 സ്കൂളുകളിൽ ഇരുന്നിട്ടുണ്ട്. സ്കൂളുകളിൽ അവർ അടുത്തുള്ള ബേക്കറിയിൽ പോയിട്ട് ഇങ്ങനെയുള്ള സാധനം അടിച്ചിട്ട് അവർ അവിടെ ഇരുന്നു. പിന്നെ പോലീസുകാർ വന്നിട്ടാണ് അവരെ എടുത്തുകൊണ്ട് പോകുന്നത്. തലകറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സ്വീറ്റ്സിൻ്റെ രൂപത്തിൽ ഇപ്പം പെർഫ്യൂമിൻ്റെ രൂപത്തിൽ വരെ ലഹരി വരുന്നുണ്ട്. നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല എൻ്റെ ദൗത്യം, നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വരും തലമുറയെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഈ ക്ലബ്ബ് തുടങ്ങിയത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ലഹരിക്കെതിരെ ഒരു സൈക്ലത്തോൺ റാലി വെച്ചിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഒരു 10-20 പിള്ളേരായിരിക്കും പങ്കെടുക്കുള്ളൂ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഏറെ ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം, അതിൽ ഏകദേശം ഒരു 10-70ഓളം പിള്ളേർ പങ്കെടുക്കുകയും അവരുടെ കൂടെ അവരുടെ അമ്മമാർ പങ്കെടുക്കുകയും ആ പിള്ളേരെ ഇതിൽ പറഞ്ഞു വിട്ട ആ അമ്മമാർക്ക് ആ വീട്ടുകാരോട് ഞങ്ങളൊരു നന്ദി അറിയിക്കുകയാണ്. അവിടെ തന്നെ ഞങ്ങൾ വിജയിച്ചു. ഞങ്ങളുടെ ഈ ക്ലബിൻ്റെ പ്രവർത്തനം അവിടെ തന്നെ ഞങ്ങൾ വിജയിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.